Okay, നമുക്ക് ഇനി എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. അത് സെയിം പാറ്റേണിലായിരിക്കും വരുന്നത്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റൈൽ മനസ്സിലാക്കിയാൽ മതി നമ്മൾ. അതിൻ്റെ അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ദ എമൗണ്ട് ഓഫ് ടൈം that a surveillance camera will run without having to be reset is a random variable. Random variable, suppose x be the random variable, it is the amount of time. അതങ്ങനെ എഴുതിയാൽ മതി. എഴുതണമെന്ന് കമ്പൽസറി ഒന്നല്ല, ജസ്റ്റ് amount of time that a surveillance camera will run without resetting it. It follows an exponential distribution, that is, x follows exponential distribution with parameter lambda. നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, x follows exponential of lambda with mean 50 days. x follows exponential lambda ആണെങ്കിൽ what is the mean of exponential? Mean is given as 1 by lambda, അല്ലെ, പാരാമീറ്ററിന്റെ റെസിപ്രോക്കൽ ആണ് mean, and it is 50. Therefore 1 by lambda is 50. Therefore lambda equal to 50. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇനി അടുത്ത സ്റ്റെപ്പിൽ? ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എഴുതാം. f of x is equal to lambda e raised to minus lambda x ആണ്. സോറി, lambda is 1 by 50 അല്ലേ, 1 by lambda 50 ആണ്. ലാംഡേനെ റൈറ്റിലോട്ട് പോയാൽ lambda equal to 1 by 50. അപ്പോൾ f of x equal to lambda e raised to minus lambda x. അപ്പോൾ lambda 1 by 50 e raised to minus x by 50 if x greater than or equal to 0. Otherwise it is 0. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. ആദ്യം ഡിസ്ട്രിബ്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. f of x കിട്ടിയല്ലോ. Any find the probability that such a camera will have to reset in less than 20 days. Will have to reset less than 20 days means it works up to 20 days അല്ലെ, without fail. അത് എത്ര 20 days അല്ല, 20 ദിവസത്തിന് have to be reset less than 20 days റീസെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ, ലെസ് ദാൻ 20 ഡേയ്സിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, പി ഓഫ് എക്സ് ലെസ് ദാൻ 20. എക്സ് ലെസ് ദാൻ 20 എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ വർക്കിംഗ് ടൈമാണ്. അപ്പോൾ ആക്ച്വലി -∞ to 0 ആണ് വരുന്നത്. പക്ഷെ വർക്കിംഗ് ടൈം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം അതിനെ, -∞ to 20 ആണ് വരുന്നത്. പക്ഷെ വർക്കിംഗ് ടൈം അല്ലേ, ദ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് എ സർവൈലൻസ് ക്യാമറ എന്നല്ലേ. ഇപ്പോൾ ടൈം ആയതുകൊണ്ട് നെഗറ്റീവ് വരുമോ, -1, -10 ഒന്നും വരില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഇന്റഗ്രൽ 0 to 20. ടൈം ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇന്റഗ്രൽ 0 to 20 ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വരും. ഇന്റഗ്രൽ 0 to 20 1 by 50 e raised to minus x by 50 dx, or 1 by 50 e raised to minus x by 50 ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to minus x by 50 divided by minus 1 by 50. Limit from 0 to 20. ഇപ്പോൾ എന്ത് വരും, 1 by 50. നോക്കൂ, 1 by 50 divided by minus 1 by 50. 1 by 50 1 by 50 ക്യാൻസൽ ആവും. then remaining ഒരു മൈനസ് സൈൻ മാത്രമേ ഉണ്ടാവും. therefore this is minus outside, and ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുത്താൽ e raised to minus 20 by 50 or e raised to minus 2 by 5 minus e raised to 0. e raised to 0 is 1. ഈ മൈനസ് അകത്തേക്ക് കൊടുത്താൽ e raised to 0 minus e raised to minus 2 by 5 which is e raised to 0. 1 minus e raised to minus 2 by 5. ഒന്ന് നിങ്ങൾ ഇതിന്റെ വാല്യൂ നോക്കുക, ലെസ് ദാൻ 1 അല്ലേ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, it is not have to be reset in at least 60 days. That means it works for at least 60 days. Reset ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ that works up to or at
അറ്റ്ലീസ്റ്റ് 60 days അത് വർക്ക് ചെയ്യുന്നുള്ള മീനിങ് ആണ്. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് 60 എന്ന് പറഞ്ഞാൽ എന്താ, or greater than or equal to 60. Not have to reset in at least 60 days. The camera will run without fail for at least 60 days. നമ്മൾ അതിൽ x എടുത്തേ, അപ്പോൾ x greater than or equal to 60. Again എന്തൊരു integral 60 to infinity f of x dx. ഒന്നുമില്ല, ഇത് ഇന്റഗ്രേഷൻ ഇന്റഗ്രേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇന്റഗ്രൽ 60 to infinity 1/50 e raised to minus x by 50 dx. നേരത്തെ ചെയ്ത പോലെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും, 1/50 കോൺസ്റ്റന്റ് e raised to minus x by 50 യുടെ ഇന്റഗ്രൽ e raised to minus x by 50 divided by minus 1/50 limit 60 to infinity minus 1/50 1/15 ക്യാൻസൽ ആവും. ദെൻ ഒരു മൈനസ് അവിടെ കിടക്കും. ഇനി മൈനസ് ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. മൈനസ് ഓഫ് ഒരു ടേം, അതിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, മൈനസ് ഓഫ് e raised to minus x by 50 limit 60 to infinity. അപ്പോൾ എന്തൊരു മൈനസ് ഓഫ് e raised to minus infinity by 50 e raised to minus infinity minus e raised to minus 60 by 50 or e raised to minus 6 by 5. e raised to minus infinity ഓൾറെഡി പറഞ്ഞതാണ് 0 ആണ് അല്ലേ. ഈ മൈനസ് അകത്തേക്ക് കൊടുത്താൽ e raised to minus 6 by 5 minus e raised to minus infinity. e raised to minus infinity 0 ആണ്, അപ്പോൾ e raised to minus 6 by 5 ഒരു ആൻസർ. ഓക്കെ, ഇനി ലാസ്റ്റ് ടേം have to reset between 20 and 60 days. എന്താ, വർക്കിംഗ് ടൈം ഇൻ ബിറ്റ്വീൻ 20 and 60. അതെന്താ, p of probability of 20 less than x less than 60. ഇത് ഈസിയാണ്. ഇന്റഗ്രൽ 20 to 60 f of x dx അങ്ങനെ വീണ്ടും കൊണ്ട് എഴുതുന്നത്. ദാറ്റ് ഈസ് 1/50 e raised to minus x by 50 dx. ഇന്റഗ്രേറ്റ് ചെയ്താൽ 1/50 e raised to minus x by 50 divided by minus 1/50 limit from 20 to 60. മൈനസ് മാത്രമേ കിടക്കൂ, ബാക്കി ക്യാൻസൽ ആവും. മൈനസ് ഓഫ് e raised to minus 6 by 5 minus e raised to minus 2 by 5 മൈനസ് അകത്തോട്ട് e raised to minus 2 by 5 minus e raised to minus 6 by 5. ഈസിയാണ്. മൂന്നെണ്ണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ച് എഴുതും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇപ്പോൾ ചെയ്യുന്നത്, സെക്കൻഡ് വൺ ഇല്ല. If x is uniformly distributed, that is x follows uniform distribution in the interval minus alpha plus alpha, given alpha is less than 0 എന്ന് തന്നിട്ടുണ്ട്. Find alpha such that p of x greater than 1 x greater than 1 equal to 1/3. സെക്കൻഡ് കേസിൽ വേറൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ എക്സ് ഫോളോസ് യൂണിഫോം എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് എഴുതാം. എന്താ, എക്സ് ഫോളോസ് യു ഓഫ് എ ബി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/b മൈനസ് എ മൈനസ് ആൽഫ ലെസ് ദാൻ ആൽഫ ആൽഫയായി തന്നെ എഴുതാം, ഇൻഫിനിറ്റി പോലെ എഴുതുന്നത്. എക്സ് ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ 1/, അപ്പർ ലിമിറ്റ് ബിക്ക് പകരം ഇവിടെ എ ആൽഫയാണ്, എക്ക് പകരം മൈനസ് ആൽഫയാണ്. അപ്പൊ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ആൽഫ മൈനസ് ആൽഫ, ദാറ്റ് ഈസ് alpha plus alpha, which is 2 alpha, 0 otherwise. Any first condition of p of x greater than 1 is equal to 1/3. x greater than 1 അതിന് ഇന്റഗ്രൽ ആയിട്ട് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 1 to infinity f of x dx is equal to 1/3 എന്നാണ്. alpha less than 0 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 1 to infinity എന്തായിരിക്കും ആൽഫയുടെ വാല്യൂ, ഇന്റഗ്രൽ 1 to അതായത്
0 ഇവിടെ ഒരു 1 കിടക്കുന്നു. നെഗറ്റീവ് ആൽഫ ഇവിടെ വരും, ഇവിടെ ഒരു നെഗറ്റീവ് ആൽഫ, ഇവിടെ ഒരു പോസിറ്റീവ് ആൽഫ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് മൈനസ് ആൽഫ ടു പ്ലസ് ആൽഫ. എത്രയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്? മൈനസ് ആൽഫ ടു പ്ലസ് ആൽഫ. അപ്പോൾ നമുക്ക് ഈ ഇന്റഗ്രലിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റിനെ ഇന്റഗ്രൽ 1 ടു ആൽഫ f of x dx is equal to 1/3 എന്ന് എഴുതാം. ഓർ ഇന്റഗ്രൽ 1 ടു ആൽഫ 1/2 ആൽഫ dx equal to 1/3. ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒന്നും പാടില്ല. 1/2 ആൽഫ കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ dx is x ലിമിറ്റ് ഫ്രം 1 ടു ആൽഫ which is 1/3. അപ്പോൾ എന്തുവരും? അപ്പർ ലിമിറ്റ് ആൽഫ മൈനസ് 1/2 ആൽഫ ഈക്വൽ ടു 1/3. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു ആൽഫ മൈനസ് 1 is equal to 2 alpha. That is 3 alpha minus 3 equal to 2 alpha. Okay. 3 alpha minus 2 alpha, alpha equal to 3. Alpha negative എന്നല്ലേ പറയുന്നത്? ഞാൻ ചെയ്തതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്? x greater than 1 ആകുമ്പോൾ 1 to infinity, that is 1 to alpha, f of x dx equal to 1/3. Integral 1 to alpha 1/2 alpha ഇല്ല, ആൽഫ ലെസ് ദാൻ 0 ഇല്ല. കാരണം ആൽഫ ലെസ് ദാൻ 0 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ മൈനസ് ആൽഫ ആൽഫ എന്നല്ല, എനിക്ക് ആൽഫ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇത് -3 ഇത് +3 അല്ലേ വരിക. അപ്പൊ ഇന്റർവെൽ അങ്ങനെ വരില്ലല്ലോ. അപ്പൊ ആൽഫ ഈക്വൽ ടു 3 തന്നെ. ഓക്കെ, ആൽഫ ഈക്വൽ ടു 3. ഇനി ഇതുപോലെ അടുത്തതും ചെയ്യാം. എങ്ങനെ? ഇതൊരു പ്രോബ്ലം. ഇതേ ഒരു കേസ് വെച്ചിട്ട് ആൽഫ ഈക്വൽ ടു 3 വന്നു. ഇനി അടുത്ത കേസ് എന്താ? അടുത്തത് p of mod x less than 1 is equal to p of mod x greater than 1. ഇത് ഈസിയാണ്. എന്ത് ചെയ്യുക? p of mod x less than 1 is equal to, ഇതിനെങ്ങനെ എഴുതാം? 1 minus p of mod x less than 1 എഴുതിക്കൂടെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കോൺജുഗേറ്റ് ഇതിന്റെ കോൺജുഗേറ്റ് ആണ് ഞാനിപ്പോ എഴുതിയത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോൺജുഗേറ്റ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അതായത് ലെസ് ദാൻ 1 ആയാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയാലും സെയിം ആണ്. അപ്പൊ 2 ഇൻറ്റു പി ഓഫ് മോഡ്, കണ്ടിന്യൂസിന്റെ കേസിൽ മാത്രം മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 is equal to 1, or p of mod x less than or equal to 1 is equal to 1/2. mod x less than or equal to 1 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? p of -1 less than or equal to x less than or equal to 1 is 1/2. That is integral -1 to 1 f of x dx is equal to 1/2, or integral -1 to 1 f of x 1/2 alpha dx equal to 1/2. integrate ചെയ്താൽ 1/2 alpha x വരും, -1 upper limit 1 is equal to 1/2. that means 1/2 alpha 1 minus 1 2 equal to 1/2. solve ചെയ്യുക. എന്ത് വരും? 1/alpha equal to 1/2. therefore alpha equal to 2. അത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഇതിനെ ഡയറക്റ്റ് ഇവിടെ തന്നെ സോൾവ് ചെയ്തോ കേട്ടോ. എങ്ങനെ? ഈ ഒരു കാര്യത്തിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? p of -1 less than or equal to x. ഓക്കെ, ഇത് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചെയ്യാം. ഇതിനെ ഡയറക്റ്റ് ചെയ്താൽ p of mod x greater than 1 എന്ത് തന്നെയായാലും മാറ്റി എഴുതാം. ഓക്കെ, ക്ലിയർ ആയി മനസ്സിലാക്കുക. രണ്ടും പ്രീവിയസ് പ്രോബ്ലം ആണ്.